ഗൈസ്, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി സോളാർ റൂംസ്. നിങ്ങൾക്ക് പച്ചക്കറി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ സത്യമാണ്. ഞാൻ നേരെ പോയി നിന്നു. ക്ഷമിക്കൂ ഗൈസ്. നമുക്ക് ബാക്ക് വീഡിയോ നമുക്ക് വേഗം തുടങ്ങാം. ആദ്യം നമ്മൾ മഞ്ഞൻ്റെ സെൻറ്റർ കണ്ടിട്ട് ചെയ്യുക. മഞ്ഞൻ്റെ സെൻറ്റർ കണ്ടിട്ട് വെയിറ്റർ വെള്ളം കറക്റ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. നമ്മൾ ടൈൽസ്മേനൊക്കെ കാണില്ല. ഇവിടെ അതിൻ്റെ തൊട്ടാക്കി എഴുതുക. വെള്ളം മാത്രം ഉപയോഗിക്കണം. നടുവിലത്തെ സെൻറ്റർ പീസും ഇതൊക്കെ ഏടെ നമ്മൾ നോക്കിയിട്ടും കേട്ടോ. ഇങ്ങനെ നോക്കിയിട്ട് അപ്പം ഞാനൊരു ഇതെടുക്കിയാക്കി ഇതങ്ങനെ ഇങ്ങനെ ഷേപ്പ് ആക്കിയെടുത്തിട്ട് ഡബിൾ വട്ടം നമ്മൾ തിരിക്കുക. ഒരു 2 വട്ടം കൂടി തിരിക്കുക. അപ്പം ഒന്നാടുണ്ടാവും. അപ്പോൾ നമ്മൾ ചോപ്പ് ആണ് ചോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വയ്ക്കുക. 2 വട്ടം തിരിക്കുക. അപ്പോൾ അതാ 1 2 ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ താഴത്തെ ബ്ലൂ ആണ്. ബ്ലൂ നമുക്ക് പ്ലസ് ഷേപ്പ് ആയി എടുക്കേണ്ടി. പ്ലസ് എന്താ വെള്ള. അപ്പം എന്താ 1 2 ഇരിക്കുക. പിന്നെ ഇതിൻ്റെ ഓറഞ്ച് കളർ ഇടാം കണ്ടിടുക. 1 2 അപ്പം ചിലവർക്ക് ഇങ്ങനെയൊക്കെ ആയി കിട്ടും. അതിങ്ങനെയൊക്കെ നോക്കുക. ഒരു പ്ലസ് ഷേപ്പിലായി കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി ഒറ്റ ഷേപ്പ്. വെള്ളൻ്റെ ഓപ്പോസിറ്റ് ചുവപ്പ് ആണല്ലോ. അപ്പോൾ ചുവപ്പ് കണ്ടുപിടിക്കുക. ചുവപ്പ് കണ്ടുപിടിച്ചിട്ട് താഴത്തേക്ക് ആക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ ആക്കുക. കണക്കുക. അപ്പം എന്താ ഒരു ഇതിങ്ങനെയൊക്കെ ആയി കിട്ടും. അങ്ങനെ അത് വെള്ളം നമുക്ക് പൂർത്തീകരിക്കാം. നമ്മൾ ഇപ്പോൾ എന്താ ഞാൻ ചോപ്പ് എടുക്കുന്നു. അപ്പോൾ ഇതാ വെള്ള സോളായി ഉണ്ടാവും. നമുക്കിങ്ങനെ തലയിച്ച് വെച്ചാൽ ഒരു ടീൻ്റെ ഷേപ്പ് എല്ലാ സ്ഥലത്തും കിട്ടിക്കണം നോക്കുക. കിട്ടിയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്കിതാ ഒരിത് എടുക്കുക. ടീ ഷേപ്പ് അതിൻ്റെ അവിടെ മഞ്ഞല്ല, മേത്തൽ മഞ്ഞല്ലാത്ത താഴ്ത്തും ഇല്ലാത്ത ഇതെടുക്കുക. എന്നിട്ട് അവിടെ ബ്ലൂ ആണ്. ബ്ലൂ ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം ഇങ്ങോട്ട് ഇരിക്കുക. ഇങ്ങനെയൊക്കെ മെത്തലോട്ട് ഇരിക്കുക. താഴ്ത്താക്കുക. ഇങ്ങനെ കൂടെ ആക്കുക. ഇങ്ങനെ ആക്കി എടുത്തിട്ട് പച്ച ഓറഞ്ചിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി എടുക്കുക. പച്ചൻ്റെ അടുത്തേക്ക് ആക്കുക. ഇതാ ഇങ്ങനെയാക്കി ഒന്നുകൂടി ഞാൻ നല്ലോണം പറഞ്ഞുതരാം. എന്താ നീലവടല് ഇങ്ങനെ അങ്ങോട്ടാക്കുക, ഇങ്ങോട്ടാക്കുക, ഇങ്ങോട്ടും ആക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കുണ്ട്. പിന്നെ ചിലത് ഇവിടെ കുത്തിയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ കാണും പച്ച മേത്തൽ ചുവപ്പ് അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ആക്കുക. അപ്പോൾ അതുകൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ സെക്കൻഡ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കണം. ഇനി നമുക്ക് യെല്ലോൻ്റെ ഒരു പ്ലസ് ഷേപ്പാണ് വേണ്ടി. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഗൈസ് ഒരു മിനിറ്റ്. എൻ്റെ കയ്യൊന്ന് കൊഴിഞ്ഞിട്ട് ഞാനാക്കിയതാണ്. ഇങ്ങനെ അപ്പോൾ എന്താ നമുക്കൊരു ഫ്ലഷ് ഷേപ്പ് കിട്ടുന്നവരെ ഈ അത്ഭുതമാണ് ഞാൻ ചെയ്യേണ്ടത്. ഫേസ് ആൻഡ് കോപ്പറേസ് ഇങ്ങനെയൊക്കെ ഫ്ലഷ് ഷേപ്പ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കിട്ടില്ല. അടിക്കുക ഗൈസ്. പ്ലസ് ഷേപ്പ് കിട്ടുന്നില്ലോ. എന്തിട്ടാണ് ഗൈസ്? ഒന്നുകൂടി നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻഡ് ഡൗൺ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത്രയല്ലേ ഇങ്ങനെ ആക്കി പോവുകയല്ലേ ഗൈസ്. കിട്ടുന്നില്ല. നമുക്ക് ഡോണ്ട് ഗീവ് അപ്പ് ഗൈസ്, നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഷേപ്പ് കിട്ടൂ ഗൈസ്. പ്ലസ് ഷേപ്പ് കിട്ടും കേട്ടോ. നമ്മളിത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെറുതെ ആക്കി കുത്തിരിക്കുകയാണ്. കിട്ടുന്നില്ല ഗൈസ്. ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഗീവ് അപ്പ്. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് ഇങ്ങനെ അടിച്ച് ഒരു പ്ലസ് ഷേപ്പായി കിട്ടുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ കണ്ടോൾ. ഞാൻ പുതിയ യൂട്യൂബർക്കാണ്, എനിക്കൊന്നും അറിയില്ല ഗൈസ്. തെറ്റ് ഇല്ല ഗൈസ്. പിന്നെ നമ്മൾ ഫേസ് റിവീലും ചെയ്യാം. എനിക്കൊരു 100K അടുത്ത് തന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് തന്നാൽ ഞാൻ എൻ്റെ ഫേസ് റിവ്യൂ കൂടി ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ കൂടി നിങ്ങൾ 10 സബ്സ്ക്രൈബേഴ്സ് തന്നുകൊണ്ട് ഞാൻ ഫൈനലി ദിവസം നമുക്കൊരു പ്ലസ് ഷേപ്പായി കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് പുതിയൊരു ആത്മീയമാണ്. റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ് ഇങ്ങനെയൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ ഡൗൺ ചെയ്യുക. പിന്നെ ഇങ്ങനെയാക്കാം. പിന്നെ ഒരു പ്ലസ് ഷേപ്പ് കിട്ടില്ല. ആദ്യം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഈ ഷേപ്പിന് കിട്ടുമോ ഞാൻ കാണിച്ചാൽ. ഇതൊക്കെ ഇങ്ങനെ കിട്ടിയില്ല ഒരു പ്ലസ്. ഇത് മീൻ്റെ ഒരു തല, ഇത് 2 വാലി. ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെയല്ല ഇങ്ങനെ പിടിക്കാൻ മതി. എന്നിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് ചെയ്യാം. തെറ്റിപ്പോയി. ഇപ്പം എന്തായി മണ്ണ് ഫിനിഷായിട്ടുണ്ടാവും. ബാക്കിയതാ നമ്മൾ ഏറ്റവും സോൾവായ സ്ഥലത്ത് നിന്ന് ഒന്ന് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിലും ഇങ്ങനെ ആയിക്കിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഇതാ നിങ്ങൾ ചെയ്യേണ്ടി ഏറ്റവും സോൾവായതിൻ്റെ ഓപ്പോസിറ്റ് എടുത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ബുക്കിൽ എഴുതിയൊക്കെ നമ്മൾ ചെയ്തോളി. ആദ്യം നേരത്തേക്കാക്കുക. ഞാൻ മാറിപ്പോയി, ഞാൻ പറഞ്ഞുതരാം. ആദ്യം താഴ്ചക്ക് വെക്കുക, പിന്നെ ഫേസും കൂടി തിരിക്കുക, അവിടെ താഴ്ചക്ക് വെക്കുക, ബാക്ക് 2 ടൈംസ് ചെയ്യുക. മേത്തോട്ടാക്കുക, താഴ്ത്തുനിന്ന് ഫേസ് ആൻഡ് ക്ലോക്ക് വൈസ് ചെയ്യുക. പിന്നെ താഴ്ചക്കാക്കുക, പിന്നെ ബാക്ക് 2 ടൈംസ്, പിന്നെ മേത്തേക്ക് 2 ടൈംസ്. ഇത് ചെയ്താൽ എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ തെറ്റ് കിട്ടും. നമുക്ക് ശരിയാക്കിയിട്ട് ബാക്കി ലക്ഷം നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒക്കെ ഫൈനൽ സ്റ്റെപ്പ് ഇതാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പ് ഇതോടെയും ചെയ്താൽ നമ്മളെ ക്യൂബ് സോളോ ആവണായി. അപ്പം നമുക്ക് റൈറ്റ് 2 ടൈംസ്. പിന്നെ ഇങ്ങനെ കിട്ടും. ഒരു ഭാഗം സോൾവ് ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ച് നമ്മൾ ചെയ്യേണ്ടി.
ട്രൈ ചെയ്തപ്പോൾ നമ്മളെ ക്യൂബ് സോളായിരിക്കുന്നു. ഒന്നും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായില്ലെങ്കിൽ നിങ്ങൾ ബാക്ക് 2 ടൈംസ് ബാക്ക് 3 ടൈംസ് ചെയ്ത് ഈ സ്റ്റെപ്പുകൾ ഒന്നുകൂടി കണ്ട് ചെയ്യുക. അപ്പം ബൈ.